കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒറ്റനില വട്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഏകദേശം 160 അടി ചുറ്റളവുണ്ട്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ്ണ താഴികക്കുടത്തോടുകൂടി ശോഭിക്കുന്നു. അകത്തോട്ട് കടക്കാനുള്ള പടികൾ 3 എണ്ണമുണ്ട്. ശ്രീകോവിലിനകത്ത് 2 മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറു ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 6 അടിയിലധികം ഉയരം വരുന്ന അഞ്ജനശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു. ഹരൻ, ഭൂഷണൻ, ത്രിശിരസ് എന്നീ 3 രാക്ഷസന്മാരെയും അവരുടെ 10,000 പടയാളികളെയും വെറും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ രൂപമെന്ന് വിശ്വസിച്ചു വരുന്നു. ചതുർബാഹുവായ ശ്രീരാമസ്വാമി പുറകിലെ വലതു കൈയിൽ തൻ്റെ വില്ലായ കോദണ്ഡവും പുറകിലെ ഇടതു കൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലതു കൈയിൽ അക്ഷമാലയും മുന്നിലെ ഇടതു കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും ധരിച്ചിരിക്കുന്നു. മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതം കൂടിയാണ്. മേൽ പറഞ്ഞ പ്രകാരം തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടുകൂടി ഉള്ള മൂർത്തിയാണ്. അതായത് ഭഗവാന്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവനെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഖരവധത്തിന് ശേഷമുള്ള ഭാവമായതിനാൽ അത്യുഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ. ഈ ഉഗ്രത കുറയ്ക്കാനെന്ന സങ്കല്പത്തിൽ ഭഗവാന്റെ ഇരുവശവും ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് വില്യമംഗലം സ്വാമിയാർ ചെയ്തതാണെന്നാണ് വിശ്വാസം. വിഗ്രഹത്തിൽ സ്വർണ്ണ ഗോളക ചാർത്തിയിട്ടുണ്ട്. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ പൂർണ്ണമായും ആവാഹിച്ചുകൊണ്ട് തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടെ ശ്രീദേവി സമേതനായി ശ്രീലകത്ത് വാഴുന്നു. ശ്രീകോവിൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കൊണ്ടും ദാരു ശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ്. കഴുക്കോലുകളുടെ നിർമ്മാണ രീതി തന്നെ അത്യത്ഭുതകരമാണ്. ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും സാന്നിധ്യമരുളുന്നു. തൃപ്രയാറിലെ ശൈവ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് 2 പ്രതിഷ്ഠകളും. പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. അവിടെ ദേവീ സാന്നിധ്യമുള്ളതായി പറയപ്പെടുന്നു. ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഐതിഹ്യപ്രകാരം അനന്തൻകാട് തേടി പോകുന്ന വഴിയിൽ തൃപ്രയാറിലെ വില്ലുമംഗലം സ്വാമിയാർ ദേവിമാർ ഭഗവാന് പൂജ നടത്തി പടിഞ്ഞാറേ വാതിലിലൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് കാണുകയും തുടർന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആരും കാണാതെ വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ദേവീ സാന്നിധ്യം അവിടെ നിത്യമായി വടക്കുഭാഗത്ത് ഓവ് നിർമ്മിച്ചിരിക്കുന്നു. അതിലൂടെ ഒഴുകുന്ന അഭിഷേക ജലം പുണ്യജലമായി കണക്കാക്കപ്പെടുന്നു. ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, വിഷ്ണുമായ ചാത്തൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പുലർച്ചെ 3 മണിക്ക് നിയമവിധിയോടെ ഭഗവാനെ പള്ളിയുണർത്തി 3:30 നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യം നടത്തുന്നത്. തുടർന്ന് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നു. അഭിഷേകത്തിന് ശേഷം വിഗ്രഹം അലങ്കരിച്ച് ഭഗവാന് മലർ, ശർക്കര, കദളിപ്പഴം എന്നിവ നീതിക്കുന്നു. തുടർന്ന് 4:30 നടയടച്ച് ഉഷപൂജ നടത്തുന്നു. സൂര്യോദയ സമയത്ത് എതിരേറ്റു പൂജയും ഗണപതി ഹോമവുമാണ്. തുടർന്ന് ഉഷശീവേലി. തൻ്റെ ബോധഗണങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നാണ് ശീവേലിയുടെ സങ്കല്പം. അകത്ത് 1 പുറത്ത് 2 എന്നിങ്ങനെ 3 പ്രദക്ഷിണം വെച്ച് ബലിക്കല്ലുകളിലെല്ലാം ബലി തൂകിയ ശേഷം വലിയ ബലിക്കല്ലിലും ബലി തൂക്കി ശീവേലി സമാപിക്കുന്നു. ശീവേലി കഴിഞ്ഞാൽ നവക പഞ്ചഗവ്യ അഭിഷേകങ്ങൾ നടത്തുന്നു. തുടർന്ന് 8 മണിയോടെ പന്തീരടി പൂജ, 11 മണിയോടെ ഉച്ചപൂജയും 11:30 ഉച്ചശീവേലിയും നടത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ നടയടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു. തുടർന്ന് തരണനെല്ലൂർ നനയ്ക്കാണ് മേൽശാന്തി, കീഴ്ശാന്തി നിയമനങ്ങൾ ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ വരുന്നു. വെടിവഴിപാട്, മീനൂട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7ാമത്തേതാണ് ശ്രീരാമൻ. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നുവെന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിന് മുമ്പിലുള്ള തീവ്ര നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. വെടിവഴിപാട് പോലെ ഇതും ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം മത്സ്യാവതാര കഥയാണ്.
ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യം പിറവിയെടുത്തത് തീവ്ര നദിയിലാണെന്നൊരു വിശ്വാസമുണ്ട്. ഭക്തരുടെ അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനൂട്ട് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പാൽപ്പായസം, കളഭാഭിഷേകം, ചന്ദനം ചാർത്തൽ, ചാക്യാർകൂത്ത്, സുന്ദരകാന്ഡം പാരായണം, ഉദയാസ്തമയ പൂജ തുടങ്ങിയവ മറ്റു വഴിപാടുകളാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ശ്രീരാമന്റെ മൂത്ത അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. പുരാതന കാലത്ത് ഇത് ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മറ്റ് മഹാക്ഷേത്രങ്ങളെ പോലെ കൂത്തമ്പലമുണ്ട്. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കാണപ്പെടുന്നു. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസത്തെ കൊടിയേറ്റുത്സവവും തുലാമാസത്തിൽ തിരുവോണം നാളിലെ തൃപ്പുത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയ ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ നിന്ന് 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട് എന്ന് സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്ത് നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ കയ്യിൽ ലഭിച്ചു അത്രേ. അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും, കുലീബനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും, പൂർണ്ണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും, ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്രനിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ പ്രതിഷ്ഠയും നടത്തി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീബനി എന്ന മഹർഷി കുറെ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം. അന്നുപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീബനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു. 1996 തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടം ഇതിന്റെ തെളിവായി. ദിവ്യ നദികളുടെ സാന്നിധ്യം ഈ തീർത്ഥകുളത്തിൽ ഉണ്ട് എന്ന് ആണ് വിശ്വാസം. യജ്ഞത്തിന്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യ സാന്നിധ്യം ചെയ്തുകൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീബനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായതെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ ഉപദേവതകളില്ല. വിഗ്രഹത്തിന് ഏകദേശം ഒരാൾ പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. കോദണ്ഡവും അഭയമുദ്രയും ശംഖും ചക്രവും ധരിച്ചിരിക്കുന്നു. കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു. അത് കിരീടത്തിന്റെ മുകളിലൂടെ 2 വശത്തേക്കുമായി പാദം വരെ നീണ്ടുകിടക്കുന്നു. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽ മാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിനു മുമ്പിലെ ആൽത്തറയിൽ ഗണപതിയും പ്രതിഷ്ഠയുണ്ട്. നാലമ്പലവും ബലിക്കൽപ്പുരയും 2 നിലയിലുള്ള വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ്. ശ്രീകോവിലിന്റെ ഭിത്തികളിൽ കലാചാതുരിയോടെയുള്ള ധാരാളം ശില്പങ്ങളുണ്ട്. ശീവേലിപ്പന്തൽ വളരെ വലുതാണ്. ബലിക്കൽപ്പുരയും വലിയമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞവയാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം, കൂത്ത്, അവയൽ നിവേദ്യം, നെയ്വിളക്ക്, വെടിവഴിപാട് എന്നിവയാണ്. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മീനൂട്ട് എന്ന വഴിപാടുള്ളൂ. ഏറ്റവും പ്രാധാന്യം തൃപ്രയാറിലാണെങ്കിലും ഇവിടെയും മീനൂട്ട് പ്രധാന വഴിപാടാണ്. ഇവിടുത്തെ മത്സ്യങ്ങൾ ദൈവാംശങ്ങളായതിനാൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണെന്ന് വിശ്വാസവുമുണ്ട്. കാര്യസാധ്യത്തിനും സന്താന ലാഭത്തിനും മീനൂട്ട് വളരെ പ്രധാനമാണ്. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കാലത്തെ മത്സ്യാരാധനയുടെ ബാക്കി പത്രമായും ഇതിനെ കരുതാം.
താമരമാല. അമ്പലവാസികൾക്ക് താമരമാലയ്ക്ക് പുത്തൻ കൊടുക്കുക എന്നത് പ്രധാനമാണ്. താമരമാല സ്വാമിക്ക് വളരെ ഇഷ്ടമാണ്. പ്രതിബന്ധമുള്ള ഏത് കാര്യവും മാലയ്ക്ക് 3 പുത്തൻ ഒഴിഞ്ഞു വച്ചാൽ ഉദ്ദേശിച്ച കാര്യം സഫലമായി തീരുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.